സൂര്യേന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി നക്ഷത്ര ജാതകരുടെ മെയ് മാസം 2025 നമുക്ക് ടാരോട്ട് റീഡിംഗ് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 5 കാർഡുകൾ എടുക്കാം. ആറാമത്തെ കാർഡ് ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ടും പ്രപഞ്ചശക്തിയുടെ ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ടും എടുക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റിസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സ്വോർഡ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് വാൻഡ്സ്, ദ ഹാങ്ഡ് മാൻ, 8 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് സ്വോർഡ്സ്. ഇനി നമുക്ക് ഇതിന്റെ റീഡിങ്ങിലേക്ക് കടക്കാം. മാനസികമായി ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു അശ്വതി നക്ഷത്ര ജാതകർക്ക് തോന്നുന്നത്. നിങ്ങൾ അമിതമായ ചിന്തകളിൽ കുരുങ്ങി കിടക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതൊരു മിഥ്യയാണ്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾ സ്വയം വിചാരിച്ച് പുറത്തു വരണമെന്ന് മാത്രം. മെയ് മാസത്തിന്റെ ഒരു പകുതിയോട് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം, ആഗ്രഹം ഒക്കെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങളെ വീണ്ടും നല്ലൊരു എനർജറ്റിക് ആക്കും. പക്ഷെ അത് ആ ഒരു എനർജിയുടെ പുറത്ത് ആവേശത്തിലേക്ക് എടുത്ത് ചാടരുത്. കുറച്ച് കാത്തിരുന്ന് ആ ഐഡിയയെ പറ്റി പഠിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം പ്രാവർത്തികമാക്കുക എന്ന് ദ ഹാങ്ഡ് മാൻ എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി 8 ഓഫ് കപ്സ് കാർഡ് എനർജി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ ജോലി, കരിയർ പാത ഒക്കെ നിങ്ങൾക്ക് ഒരു തൃപ്തി നൽകുന്നില്ല എന്ന തോന്നലുണ്ടാക്കും. അത് സ്ഥിരതയുള്ളതും ചിലപ്പോൾ നല്ല റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു ജോബ് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളത് മാനസികമായി തൃപ്തനല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എത്തിക്സിന് ചേരുന്നില്ല, അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് ചേരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. നിങ്ങൾ മാനസികമായി ആ ജോലി തൃപ്തിപ്പെടുത്തുന്നില്ല. നിങ്ങൾ മറ്റൊരു ജോലിക്ക് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് വെല്ലുവിളികളായി വരുന്നത് നിങ്ങൾ റിസ്ക് എടുക്കാൻ, അതായത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ ഒരു കംഫർട്ട് സോണിൽ സേഫ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വളർച്ചയെ വരെ അത് തടയുന്നു. ഇവിടെ ആറാമത്തെ കാർഡായിട്ട് എടുത്തിരിക്കുന്നത് പ്രപഞ്ചശക്തിയിൽ നിന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആണ്. അത് വന്നിരിക്കുന്നത് 10 ഓഫ് സ്വോർഡ്സ് ആണ്. പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ നേരിട്ട ഒരു ചതി, ദുഃഖം, ചിലപ്പോൾ അതൊക്കെ ഒരു റിലേഷൻഷിപ്പിലാകാം, ബിസിനസ്സിലാകാം, ഇതൊക്കെ ആകാം. അപ്പൊ ഇതിനൊക്കെ ഒരു അന്ത്യം വരുന്നു എന്നാണ്. ആ അന്ത്യം ചിലപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചേക്കാം. പക്ഷെ അത് നിങ്ങളുടെ ദുഃഖത്തിന്റെ ആ ഒരു അന്ത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തിന്റെ അവസാനമാണ്. അതിനാൽ സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്കായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നന്ദി.